ഇന്നലെ ഇന്ത്യ മുന്നണിയുടെ ഒരു യോഗം ഡൽഹിയിൽ ചേർന്നു എന്നുള്ളത് നമുക്കെല്ലാം അറിയാം, അല്ലെങ്കിൽ വാർത്തകളിലൂടെ നിങ്ങൾ ഒരുപക്ഷെ എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടാകും. ആ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു, KC വേണുഗോപാൽ ഉണ്ടായിരുന്നു, കൂടാതെ ജോൺ ബ്രിട്ടാസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ നിരവധി നേതാക്കന്മാരുണ്ടായിരുന്നു. കൂടാതെ കേരളത്തിൽ നിന്ന് നമ്മുടെ പാണക്കാട് തങ്ങളുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ജോസ് കെ മാണി വരെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിലേക്ക് എത്താറില്ലാത്ത മമതാ ബാനർജിയും വളരെ ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടായിരുന്നു. കാരണം അവരുടെ സംഘടനയുടെ ഏതാണ്ട് നടുവൊടിച്ചു BJP എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്നൊരു കാര്യമാണ്. കാരണം അതിൽ പാർലമെൻറ്റിൽ ഉണ്ടായിട്ടുള്ള 28 MP-മാരിലും 2 പേർ മാത്രമാണ്, അതായത് നമ്മുടെ മഹുവ മൊയ്ത്രയും അതുപോലെ തന്നെ രാജ്ദീപ് സർദേശായിയുടെ ഭാര്യയായിട്ടുള്ള അവരൊക്കെ മാത്രമേ ഇവരുടെ കൂടെ ഉള്ളൂ. ബാക്കി വളരെ കുറച്ച് 5-6 പേരുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവരും തന്നെ പ്രത്യേക ബ്ലോക്കായി ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ BJPയുടെ അംഗസംഖ്യ, BJPയോട് താൽക്കാലികമായി സഹകരിക്കാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇലക്ഷനിൽ പരാജയപ്പെട്ട് കുറച്ച് നമ്പറൊക്കെ കുറഞ്ഞു പോയെങ്കിലും ആ പരാജയത്തെയൊക്കെ മറികടക്കാനായിട്ട് 3-2 ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാൻ പോകുന്ന പരിശ്രമങ്ങളാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടു, രാജ്യസഭയിലെ ഏതാണ്ട് 7 പേർ ആം ആദ്മി പാർട്ടിയിൽ നിന്നും രാജിവെച്ച് BJPയിലേക്ക് പോകുന്നത് കണ്ടു. അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥകളിലാണ് എന്നുള്ളതറിയാം. അതുകൊണ്ട് ഇനി വളരെ ശക്തിയുക്തം BJPക്കെതിരെ പോരാടാൻ ഇന്ത്യ മുന്നണിയിൽ ചേർന്നുകൊണ്ട് കരുത്തോടുകൂടി മമതാ ദീദി നിൽക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ പോലും നമ്മളെ വളരെയധികം നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇവരെന്ത് കോമഡി ഷോയാണ് കാണിക്കുന്നത്, ഇവരെന്തിനാണ് ഈ ചായ കുടിക്കാൻ വേണ്ടി മാത്രം ഈ പരിപാടി ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇവർ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ CBSEയുടെ പരീക്ഷകളിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടോ, അതിൽ 12-ലധികം കുട്ടികൾ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ ഈ നാട്ടിലെ പെട്രോൾ വിലവർധനവുമായി ബന്ധപ്പെട്ടോ, ഡീസൽ വിലവർധനവുമായി ബന്ധപ്പെട്ടോ, രൂപയുടെ നാണയപ്പെരുപ്പത്തിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടോ, രൂപയുടെ വിലയിടുന്നതുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ വളരുന്ന തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ടോ ഒന്നും തന്നെ ഇവർ ആശങ്കാകുലരാകുകയോ ഇവർ അതിനെതിരെ സമരം നടത്താൻ തയ്യാറാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. പകരം ഇവർ പറയുന്നത് ഇവർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സൂര്യകാന്തിന് കത്തെഴുതും എന്നുള്ളതാണ്. സൂര്യകാന്തിന് കത്തെഴുതിയാൽ സൂര്യകാന്ത് തന്നെ കഴിഞ്ഞോടെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് നമുക്കറിയാം. കാരണം ഈ സമൂഹത്തിലെ പണിയില്ലാത്ത ചില കോക്രോച്ചുകളുണ്ട്. ആ കോക്രോച്ചുകൾ ഈ സമൂഹത്തിന് തന്നെ ഭീഷണിയായി മാറുന്നു. അവർ ചിലർ RTI ആക്ടിവിസ്റ്റുകളായി മാറുന്നു, ചിലർ യൂട്യൂബേഴ്സായി മാറുന്നു. എന്നിട്ട് സമൂഹത്തോട് തന്നെ യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സൂര്യകാന്തിന് ലെറ്റർ എഴുതാം എന്നാണ് തീരുമാനിച്ചേക്കുന്നത്. ഏതാണ്ട് ഒരു പ്രണയലേഖനം അങ്ങോട്ട് എഴുതുമായിരിക്കും. ഇനി തിരിച്ച് മിക്കവാറും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഒരു പ്രണയലേഖനം തിരിച്ച് ഇവർക്ക് എഴുതുമോ ഇല്ലയോ എന്നും നമുക്കറിയില്ല. അങ്ങനെ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കാനുള്ള പരിപാടിയാണ് നമ്മുടെ ഇന്ത്യ മുന്നണി കൈക്കൊണ്ടിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞ പക്ഷം നമ്മുടെ കോക്രോച്ച് ജനതാ പാർട്ടിയൊക്കെ ചെയ്തതുപോലെ 1000-2000 പേരുടെയെങ്കിലും ഒരു പ്രതിഷേധ പ്രകടനമോ കൂട്ടായ്മയോ തെരുവിലെ സമരങ്ങളോ ഒക്കെ നടത്താൻ തയ്യാറാകാതെ ഈ ഇന്ത്യ മുന്നണി കൊണ്ട് ഇനി എന്താണ് കാര്യം എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇന്ന് യഥാർത്ഥത്തിൽ രാമചന്ദ്ര ഗുഹ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു ചരിത്രകാരൻ, എഴുത്തുകാരൻ, അദ്ദേഹം തന്നെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് കൂടി പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹം പറയുന്നത്, അതൊരു 8 ദിവസം മുമ്പ് നമ്മുടെ കരൺ താപ്പറിന് ദ വയറിൽ കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത്, ഈ രാഹുൽ ഗാന്ധിക്ക് യാതൊരുവിധ മെറിറ്റുമില്ല, കഴിവുമില്ല എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അതിൽ തന്നെ അദ്ദേഹം ചോദിക്കുന്നത്, ഞാൻ വളരെ വെഹമൻ്റ്ലി മോദിയെയും അതുപോലെ BJPയും ഒക്കെ എതിർക്കുന്ന ഒരാളാണ്. പക്ഷെ അങ്ങനെ എതിർക്കുന്ന ഒരാളാണെങ്കിൽ പോലും എൻ്റെ അടുത്ത് വന്ന് നാളെ ഗൾഫിലെ പ്രശ്നം അല്ലെങ്കിൽ ചൈന ഇന്ത്യ ആക്രമിച്ചാൽ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ചാൽ അതിനെ നേരിടാൻ മോദിക്കറിയാം. അതിനെ ഒന്നും നേരിടാനുള്ള ഒരു കഴിവും പ്രാഗൽഭ്യവും ഒക്കെ തന്നെ രാഹുലിനില്ല എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റിൻ്റെ താഴെ വന്ന് ഇന്ന് ശശി തരൂർ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടൊരു പോസ്റ്റ് തിരിച്ചിട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന അതിനേക്കാൾ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്നത്, ഒബാമ അധികാരത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം കേവലം സെനറ്റർ മാത്രമായിരുന്നല്ലോ, ഇത്തരത്തിലുള്ള പരിശീലനങ്ങളൊക്കെ കിട്ടിക്കൊണ്ടാണോ? അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഭരണമെന്ന് പറയുന്നത് ഒറ്റക്ക് കൊണ്ടുപോകുന്നൊരു കാര്യമല്ല, നിരവധി ഉദ്യോഗസ്ഥരും ആളുകളൊക്കെ സഹായിക്കാനുണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ ഇതേ ബറാഖ് ഹുസൈൻ ഒബാമ തന്നെ നമ്മുടെ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഹൈലി ഇമ്മച്വേർഡ് ആണെന്നാണ്. ആ ഒബാമയെ തന്നെ ഉദാഹരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയായിട്ട് സാമ്യപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇനി ഞാൻ വിചാരിക്കുന്നത് മിക്കവാറും ശശി തരൂരിനെ കണ്ടാൽ ഒബാമ പോലും മിണ്ടാൻ സാധ്യതയില്ലെന്നാണ്.
അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ജോഡോ യാത്രകൾ നടത്തുകയും തെരുവിലേക്ക് ഇറങ്ങുകയും അതിനുശേഷം അത് ഒരു വലിയ പ്രക്ഷോഭമായി മാറ്റുകയും ഒക്കെ ചെയ്തപ്പോൾ നമുക്കെല്ലാം അറിയാം അത് ഇന്ത്യയിൽ വലിയ ഗുണങ്ങളുണ്ടാക്കി. കാരണം കോൺഗ്രസിൻ്റെ അടക്കം വോട്ടുകളിൽ കൂടുതലുണ്ടാക്കി. 44 സീറ്റുകളിൽ നിന്ന് 99 സീറ്റുകളിലേക്ക് അവർ വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനുശേഷം പുള്ളി പിന്നീട് ഒരു വലിയ ആക്ടിവിസത്തിലേക്കോ ഈ പറയുന്ന പോലെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രകടനത്തിലേക്കോ പോയിട്ടില്ല. അതിനുശേഷം വോട്ട് ചോരി വന്നപ്പോൾ നമ്മൾ കണ്ടു അവരുടെ വെബ്സൈറ്റിൽ നിരവധി ആളുകൾ മെമ്പർഷിപ്പ് വോളണ്ടിയറായി ജോയിൻ ചെയ്തു. 25 ലക്ഷത്തിലധികം വരുന്ന വോളണ്ടിയർ ഞാൻ ഏറ്റവും ലാസ്റ്റ് നോക്കുമ്പോൾ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ. ആ വോളണ്ടിയർമാരൊക്കെ കൊണ്ടിട്ട് ഇവർ പിന്നീട് എന്താണ് ചെയ്തത്, എന്താണ് പരിപാടികളുണ്ടായത്, ആ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് പിന്നീട് എന്തെങ്കിലും പ്രക്ഷോഭങ്ങൾ നയിക്കാൻ കഴിഞ്ഞു, അത് കൺസിസ്റ്റൻ്റായി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിനാക്കി കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രകടനമാണ് രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉള്ളത്, ഇതേ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയോട് ഒരു ചോദ്യം കൂടി ചോദിച്ചു. ആ ചോദ്യം എന്ന് പറയുന്നത്, ഈ കേരളത്തിൽ വന്ന് ജോൺ ബ്രിട്ടാസാണ് അത് പറഞ്ഞത്, കേരളത്തിൽ വന്ന് നിങ്ങൾ CJP എന്ന് പറഞ്ഞിട്ട് പോയത് മോശമായിട്ടുള്ള കാര്യമല്ലേ? കാരണം വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണെന്നറിയോ? CPM-ൻ്റെ കൂടി പിന്തുണ, വളരെ MP-മാരൊക്കെ കുറവാണ്, പക്ഷേ എങ്കിൽ പോലും CPM-ൻ്റെ കൂടി പിന്തുണയിലാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ കൂടി പിന്തുണയിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഒരാൾ, നമ്മൾ ഒരുമിച്ച് BJP എതിർക്കുന്ന ഒരാൾ വന്നിട്ട് ഞങ്ങളും ഈ പറഞ്ഞ പോലെ BJPയും തമ്മിൽ ഒരുപോലെയാണെന്നും ഞങ്ങൾ കൂട്ടുകെട്ടിലാണെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശപ്പെട്ട കാര്യമല്ലേ എന്ന് ചോദിച്ചു. ഉടനെ തന്നെ രാഹുൽ ഗാന്ധി തിരിച്ചു പറയുകയാണ്, അത് അവിടെ വന്നപ്പോൾ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ പറഞ്ഞു തന്നതിനനുസരിച്ച് ഞാനങ്ങോട്ട് പറഞ്ഞാണെന്നാണ് പുള്ളി പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കി. കേരളത്തിലേക്ക് വന്നപ്പോൾ ഇവിടെയുള്ള പ്രാദേശിക നേതാക്കന്മാർ അവരുടെ അജണ്ട മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളെ കൺസോളിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനങ്ങോട്ട് പറഞ്ഞു എന്ന് പറയുന്നത്. ഇത് ഈ കേരളത്തിലെ മുസ്ലിം സഹോദരന്മാരൊക്കെ കേൾക്കേണ്ടതല്ലേ? അല്ലാതെ രാഹുൽ ഗാന്ധി ആത്മാർത്ഥമായിട്ട് പറഞ്ഞതല്ലേ, ഇവരൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് പറഞ്ഞു എന്നാണ്. ഇത് തന്നെയാണ് രേവന്ത് റെഡ്ഡിയും പറഞ്ഞത്, നീ പോകുമോനെ ദിനേശാണ്. എന്തൊരു അസംബന്ധമാണിത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്. അല്ലെങ്കിൽ CPM-നെ കുറിച്ച് ഒരു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് വന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന കാര്യം വെറുതെ ഒരു ചിന്തയും ഇല്ലാതെ കൊണ്ട് വിളിച്ചു പറയുന്നു, അതിനുശേഷം പറയുന്നു ഞാനിങ്ങനെ പറഞ്ഞു തന്നെ എന്നാണ്. ഇനി ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉടനെ അടുത്തത് KC വേണുഗോപാലിൻ്റെ ഡയലോഗ് കൂടിയുണ്ട്. ആ KC വേണുഗോപാലിൻ്റെ ഡയലോഗിൽ അദ്ദേഹം പറയുന്ന ചോദ്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം CPM-നോട് ഉണ്ടായിട്ടുള്ളത്, നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ കോൺഗ്രസ് BJP-യുടെ B ടീമാണെന്ന് പറഞ്ഞിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ വെറുതെ പറഞ്ഞാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇനി ഈ ഇന്ത്യ മുന്നണി കൊണ്ട് എന്ത് കാര്യം എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ ഇതിൽ രാമചന്ദ്ര ഗുഹയുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. അദ്ദേഹത്തിൻ്റെ പ്രശ്നം, അദ്ദേഹമൊക്കെ ഏതാണ്ട് 100 കണക്കിന് ലേഖനങ്ങൾ, ഇതുപോലെ ആയിരക്കണക്കിന് റൈറ്റപ്പുകൾ, പോസ്റ്റുകൾ, ഇതെല്ലാം തന്നെ ഈ കഴിഞ്ഞ 12 കൊല്ലമായി നരേന്ദ്രമോദിക്ക് BJPക്ക് എതിരെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനൊന്നും ഒരു റിസൾട്ട് ഉണ്ടാകാത്ത, ഫാക്ടർ ഒരു പ്രശ്നമുണ്ടാകാത്ത, ഒരു ഗുണവും ഉണ്ടാകാത്തതിൻ്റെ കാര്യം ഇവിടുത്തെ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും ഒക്കെ ആക്റ്റീവായി നിരത്തിലിറങ്ങി ഈ ഭരണകൂടത്തിനെ മാറ്റാൻ വേണ്ടി ഒന്നും ചെയ്യാത്തതാണ്. അതിന് ചില പരിമിതികളൊക്കെ ഉണ്ട്. കാരണം പണ്ട് ജയപ്രകാശ് നാരായണൻ ഇന്ദിരാഗാന്ധിക്കെതിരെ പോരാടിയതുപോലെയോ അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ കാലത്ത് AKGയെ പ്രതിപക്ഷ നേതാവായി പരിഗണിച്ചിരുന്ന പോലെയോ ഒരു കാര്യമില്ല. BJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് അവർക്ക് ധാർമ്മികതയില്ല, ഒരു എത്തിക്സും ഇല്ല, ഒന്നുമില്ല. ഏത് വിധേനയും ജയം മാത്രമാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ അത്തരത്തിൽ അവരോട് അടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു മുന്നണിയായി ഇന്ത്യ സഖ്യം മാറ്റേണ്ടതിന് പകരം താൽക്കാലികമായ ലാഭങ്ങൾ നോക്കി ഇതുപോലെ ഇവിടെ വന്ന് CJP തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ സ്റ്റാലിനെ തള്ളിപ്പറയുന്നു, അതുപോലെ തന്നെ അവിടെ മമതാ ബാനർജിയെ തള്ളിപ്പറയുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഈ മുന്നണി ഇത് എവിടെ വരെ എത്തും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് നിങ്ങളെ തിന്നാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ പാർട്ടികളുടെ കൂടെ ആള് കുറവായിരുന്നു എന്നുള്ളത് സത്യം. പക്ഷേ നാളെ കോക്രോച്ച് ജനതാ പാർട്ടിയോ മറ്റേതെങ്കിലും പ്രസ്ഥാനമോ ഇതുപോലെ വന്നാൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെയൊക്കെ പണി തീരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴും ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസ്സിന് 13 കോടിയോളം വരുന്ന വോട്ടർമാരുണ്ട്. 23 കോടി വോട്ടർമാർ മാത്രമേ BJPയിലേക്കുള്ളൂ. കഴിഞ്ഞ ഒരു 3-4-5 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന വളരെ റിനൗണ്ട് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് 10 കൊല്ലം കൊണ്ട് കോൺഗ്രസിനെ ഞങ്ങൾ റിവൈവ് ചെയ്യാം, പുനരുജ്ജീവിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടൊരു പദ്ധതി കൊടുത്തതാണ്. അതിന് അദ്ദേഹം ഏതാണ്ട് 3 ദിവസങ്ങളിലായി ഏതാണ്ട് 15 മണിക്കൂറിലധികം അദ്ദേഹം പവർ പോയിന്റ് പ്രസൻറ്റേഷൻ കൊടുത്തതാണ്. അദ്ദേഹം ഡീറ്റെയിൽഡായിട്ട് സംസാരിച്ചതാണ്. പക്ഷെ അതിനൊന്നും ഇവർ തയ്യാറായില്ല. ഉത്തർപ്രദേശിൽ തന്നെ തകർന്നുപോയ കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതേ പ്രശാന്ത് കിഷോർ പ്രിയങ്ക ഗാന്ധിയെ മുഖ്യമന്ത്രിയാക്കി ഉയർത്തിക്കാട്ടി അവിടെ പ്രചരണം നടത്തണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ആദ്യം ഇവർ തയ്യാറാവുകയും പിന്നീട് ഏറ്റവും ഒടുവിൽ ഇവരതിൽ നിന്ന് പിന്മാറുകയും ഉത്തർപ്രദേശിൻ്റെ ചാർജുള്ള ജനറൽ സെക്രട്ടറി ആക്കി മാറ്റാം എന്നൊക്കെ പറയുകയും ചെയ്തു. അങ്ങനെ ഏതാണ്ട് 5% താഴെ വോട്ടാണ് കഴിഞ്ഞതിന് മുമ്പത്തെ അവിടെ നിയമസഭയിൽ കിട്ടിയത്.
അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്ലാനും പദ്ധതികളും ഒന്നുമില്ലാതെ വെറുതെ ചായ കുടിച്ച് പിരിയുകയും പിന്നെ ഈ പറയുന്ന പോലെ ഇലക്ഷൻ കമ്മീഷണർക്കും അതുപോലെ തന്നെ വേണമെങ്കിൽ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കും വേണമെങ്കിൽ ഇനിയിപ്പോൾ ഡൊണാൾഡ് ട്രംപിനും ഒക്കെ തന്നെ വേണമെങ്കിൽ ലെറ്റർ എഴുതി കളിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ പറയുന്ന പോലെ ലേഖനങ്ങളും കത്തുകളും എഴുതിട്ട് ഇത് തിരിച്ചുള്ള കത്തുകൾ വായിച്ച് നമുക്ക് ഇരിക്കാം. 2029 എന്ത് സംഭവിക്കുമെന്ന് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പൂർവാധിക ശക്തിയോടുകൂടി BJP തിരിച്ചു വരും.